നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി അറിയിച്ച് വൈകാരിക ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ സുധാകരൻ. കണ്ണൂരിൽ മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ച സുധാകരൻ. മുതിർന്ന നേതാക്കളുമായി ചർച്ചയ്ക്ക് നിൽക്കാതെ ഡൽഹിയിൽ നിന്നും മടങ്ങി. ഫേസ്ബുക്ക് പോസ്റ്റിൽ എതിർപ്പില്ല എന്നും സുധാകരൻ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി CC മുകുന്ദൻ. ജി സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ദൗർഭാഗ്യകരമെന്ന് MA ബേബി. ജി സുധാകരൻ പോയാൽ പാർട്ടി തളർന്നു പോകില്ലെന്ന് EP ജയരാജൻ. യുവാക്കൾക്ക് അവസരം കൊടുക്കണമെന്നും EP. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അമിത പ്രാധാന്യം നൽകേണ്ട എന്ന് പാർട്ടി തീരുമാനം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും. രാജ്യത്തെ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടലുകൾ പ്രതിസന്ധിയിൽ. ബദൽ സംവിധാനങ്ങൾ ഒരുക്കി ഹോട്ടലുകൾ. ഭക്ഷണ വിതരണത്തിലും നിയന്ത്രണം. സംസ്ഥാനത്ത് സിലിണ്ടർ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും മോഷണവും വ്യാപകം. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഒഴിവാക്കാൻ എണ്ണക്കപ്പലുകൾ എത്തിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. 2 മരണം. പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കൻ സൈനിക വിമാനം തകർന്നു വീണു. ആക്രമണത്തിലല്ല വിമാനം തകർന്നതെന്ന് US സെൻട്രൽ കമാൻഡ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന്. ജീവനക്കാരുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കുന്നതുൾപ്പെടെ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടേക്കും. സാംസ്കാരിക വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നിർദ്ദേശവും പരിഗണനയിൽ. ലാലിഗയിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. 3ാം സ്ഥാനം ലക്ഷ്യമിടുന്ന VRLന്റെ എതിരാളി അലാവസ്. മത്സരം രാത്രി 1:30 മെൻഡിസോറോട്സ സ്റ്റേഡിയത്തിൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി പുകയുന്നതിനിടെ വൈകാരിക കുറിപ്പുമായി KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ. കണ്ണൂർ എന്റെ ഹൃദയരക്തമാണെന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ വൈകാരികമായി സുധാകരൻ പ്രതികരിക്കുകയാണ്. പാർട്ടിക്കായി ത്യാഗങ്ങൾ സഹിച്ചു. മരണത്തിലും മറക്കാനാവാത്ത യാഥാർത്ഥ്യമുണ്ട്. കണ്ണൂർ പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിനു വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി K സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ സുധാകരൻ കുറിച്ചിട്ടുണ്ട്. K സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എതിർപ്പില്ല എന്നും സുധാകരൻ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഇല്ല, അതിനൊരു സംശയമില്ല. K സുധാകരൻ കണ്ണൂരിലെ സ്ട്രോങ്സ്റ്റ് ലീഡറാണ്. ഇല്ല, അത് നമ്മൾ ആലോചിക്കേണ്ട. അദ്ദേഹം വീട്ടിൽ ചെന്നാൽ എപ്പോഴും ആളുണ്ടാവും. എനിക്ക് എന്താ അറിയില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ എപ്പോഴും ആളുണ്ടാവും. ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞ പാർട്ടി തീരുമാനം അദ്ദേഹത്തെ അറിയിച്ച ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞ് തീരുമാനം എടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെപ്പോ ചെന്നാലും ആളുണ്ടാവും. തീരുമാനം എടുത്തില്ല കോൺഗ്രസ്. സുധാകരന് പിന്തുണയുമായി നേതാക്കൾ. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചുവെന്ന വാർത്തകൾക്ക് പിന്നാലെ കണ്ണൂർ നടാലിലെ വീട്ടിലേക്ക് ഐക്യദാർഢ്യവുമായി അണികളെത്തി. യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റി, KSU നേതാവ് മുഹമ്മദ് ഷമാസ്, DCC ജനറൽ സെക്രട്ടറി KP സാജു തുടങ്ങിയവരാണ് പിന്തുണയുമായി എത്തിയത്. ഫേസ്ബുക്കിൽ വൈകാരിക കുറിപ്പ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ K സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. K സുധാകരൻ അദ്ദേഹം കണ്ണൂരിലെ കോൺഗ്രസിന്റെ എല്ലാമാണ്. അതിനകത്ത് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് അദ്ദേഹത്തിന്റെ വികാരത്തിനൊപ്പം തന്നെയാണ്. അതിന് സംശയം നിങ്ങൾക്ക്? സീറ്റ് കൊടുത്തില്ല എന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ? ജോസഫ് അഗസ്റ്റിൻ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജോസഫ്, സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. പക്ഷേ ആ വൈകാരിക കുറിപ്പിൽ അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളുടെ കഥയൊക്കെ പറയുന്നുണ്ട്. സുധാകരനൊരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അഖില, കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി K സുധാകരൻ കണ്ണൂരിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ വലിയ സ്പന്ദനമായിരുന്നു. കണ്ണൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിലാണ് K സുധാകരൻ എന്നാണ് അണികൾ കുറിച്ചിരിക്കുന്നത്. എന്തായാലും K സുധാകരന് സീറ്റ് നിഷേധിച്ചതിൽ കടുത്ത അതൃപ്തിയാണ് കണ്ണൂരിലെ കോൺഗ്രസിൽ പുകയുന്നത്. ഇതിനോടകം തന്നെ പ്രാദേശിക നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ K സുധാകരന്റെ വീട്ടിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കാൻ
തരത്തിലുള്ള എല്ലാ ജാഗ്രതയും സംസ്ഥാന നേതൃത്വത്തിന്റെയും അതുപോലെ തന്നെ KPCCയുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സുധാകരൻ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചു. ഈ 15-ന് ഡൽഹിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഒരു പ്രതീക്ഷ അവസാന നിമിഷത്തിൽ കൂടി രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിലൂടെ സുധാകരൻ ഉറപ്പിക്കുകയാണ്. ഈ മാസം 15-ന് വീണ്ടും ഡൽഹിയിലേക്ക് പോകും. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കൂടുതൽ കൂടിയാലോചനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സുധാകരനെ വെട്ടി കോൺഗ്രസിൽ ഇത്തരത്തിൽ കണ്ണൂരിൽ മറ്റൊരാളെ പ്രതിഷ്ഠിക്കുക സാധ്യമല്ല. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിലായി സുധാകരൻ കണ്ണൂരിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, പാർട്ടിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ അതെല്ലാം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് സീറ്റ് നൽകണമെന്നൊരാവശ്യമായിരുന്നു ഈ സുധാകരൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആഗ്രഹം പരസ്യമായി നേതൃത്വത്തെ അറിയിച്ചതാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഇത്തരത്തിൽ 110% ഉറപ്പിച്ച് പറയുന്നു. ഇത്തവണ താൻ കണ്ണൂരിൽ മത്സരിക്കുമെന്നാണ് സുധാകരൻ ഉറപ്പിച്ച് പറഞ്ഞത്. പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനം എംപിമാരിൽ ആർക്കും ഇളവ് നൽകേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഈ തീരുമാനം ഈ കണ്ണൂരിലെ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത്. അതായത് ഇത്തരത്തിൽ കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. മാത്രമല്ല, ഈ KPCC പ്രസിഡന്റ് ഈ സണ്ണി ജോസഫ് ഉൾപ്പെടെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അത് കനത്ത തിരിച്ചടി കോൺഗ്രസിന് നൽകുമെന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ നേതാക്കളോട് ഉൾപ്പെടെ മുന്നറിയിപ്പായും ഭീഷണിയായും ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ന് രാവിലെ DCC ആസ്ഥാനത്ത് KPCC മുൻ പ്രസിഡന്റായിട്ടുള്ള സുധാകരനെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പോസ്റ്ററുകൾ ഉൾപ്പെടെ ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല, ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുധാകരന് അനുകൂലമായി പ്രകടനം നടത്താൻ വേണ്ടി ചില കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു. പക്ഷേ DCC നേതൃത്വം ഇടപെട്ടാണ് അത്തരത്തിൽ പരസ്യ പ്രകടനം ഉൾപ്പെടെ ഒഴിവാക്കിയത്. പക്ഷേ എന്നിട്ടും ഈ സുധാകരന് സീറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും അണികൾ ഈ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴും പങ്കുവയ്ക്കുന്നത്. ജോസഫാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. ഒപ്പം സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ ഇനിയും ഒരു ധാരണയിൽ എത്തേണ്ടതുണ്ട്. ജോസഫാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. CPM-ലെ കൊഴിഞ്ഞുപോക്ക് സുധാകരനിൽ അവസാനിക്കുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. CC3-ന്റെ കാര്യത്തിലും തീരുമാനമെടുത്തിട്ടില്ല. സുധാകരൻ അതൃപ്തി അറിയിച്ചു എന്ന വാർത്ത തെറ്റാണെന്നും ചെന്നിത്തല പറഞ്ഞു. ഇത് CPM-നകത്തുണ്ടായിരിക്കുന്ന ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് സുധാകരനിൽ അവസാനിക്കില്ല. ഇനിയും പല നേതാക്കന്മാരും പുറത്തു വരാനുള്ള സാധ്യത തള്ളിക്കളയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രങ്ങളാണ് ഓരോ ദിവസക്കാലവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടികയിൽ CPI വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച CC മുകുന്ദനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. ഡൽഹിയിലെത്തിയ CC മുകുന്ദൻ സണ്ണി ജോസഫുമായും രമേശ് ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിനോട് സഹകരിക്കാൻ മുകുന്ദൻ താൽപര്യം അറിയിച്ചു. എന്നാൽ മുകുന്ദനെ പിന്തുണയ്ക്കുന്നതിൽ പ്രാദേശിക നേതൃത്വം കടുത്ത എതിർപ്പാണ് അറിയിക്കുന്നത്. KC വേണുഗോപാലുമായും മുകുന്ദൻ കൂടിക്കാഴ്ച നടത്തിയേക്കും. സുധാകരന്റെ പോക്കിൽ പാർട്ടി തളർന്നു പോകുന്ന പ്രശ്നമില്ല എന്ന് CPM നേതാവ് EP ജയരാജൻ. പാർട്ടി ശക്തിപ്പെടണമെന്നാണ് ഇടതുപക്ഷ പുരോഗമന ശക്തികൾ ആഗ്രഹിക്കുന്നത്. മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് താൻ. എന്നെപ്പോലെയുള്ള ആളുകൾ മാറി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി തളർന്നു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇനിയും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കൂടുതൽ കരുത്തോടുകൂടി ശക്തിപ്പെട്ടു വരണമെന്നാണ്. ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ദൗർഭാഗ്യകരമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പുനരാലോചിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലതെന്നും MA ബേബി പറഞ്ഞു. പാർട്ടി വിട്ട സുധാകരനെതിരെ പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തം. ജില്ലയുടെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും സുധാകരനെതിരെയുള്ള പോസ്റ്റർ പതിച്ചുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. സുധാകരൻ വിഷയം പാർട്ടി തലത്തിൽ പരിശോധിക്കാൻ ജില്ലാ നേതൃത്വവും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളാണ്. സുധാകരന്റെ വീടിന് പോലീസ് കാവലേർപ്പെടുത്തി. പുന്നപ്ര പോലീസിനാണ് ചുമതല. സുധാകരനെതിരെ CPM പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് സുരക്ഷ. സുധാകരന്റെ വീടിന് സമീപം ബാനറുകൾ സ്ഥാപിച്ചു. കുലംകുത്തികളെ കാലം വർഗ്ഗവഞ്ചകർ എന്ന് വിളിക്കും എന്ന ബാനറിൽ എഴുതിയിട്ടുണ്ട്. അതേസമയം ബ്രാഞ്ച് തലം മുതൽ യോഗങ്ങൾ ചേർന്ന് എന്തുകൊണ്ട് സുധാകരൻ പാർട്ടി വിട്ടുവെന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനാണ് നേതൃത്വത്തിന്റെ നീക്കം. വ്യക്തിപരമായ വിമർശനം ആക്ഷേപമാകരുത് എന്ന് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ജി സുധാകരനെതിരായ പ്രതിഷേധം ആലപ്പുഴയിൽ തുടരുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ജി സുധാകരന്റെ ഇറങ്ങിപ്പോക്കിനെ രാഷ്ട്രീയമായി നേരിടാനാണ് CPM തീരുമാനം. അതേസമയം പ്രതിഷേധങ്ങൾ ശക്തമാക്കിയും കൂടുതൽ പ്രതികരണം നടത്തിയും വിഷയത്തിന് അമിത പ്രാധാന്യം നൽകേണ്ടതില്ല എന്ന് ഒരു വിഭാഗം വിലയിരുത്തുന്നു. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും. ഉഭയകക്ഷി ചർച്ചകളിലും തീരുമാനമാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് മുന്നോടിയായി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള അവസാനവട്ട ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. ഏറെക്കുറെ സിറ്റിംഗ് MLA-മാർ തന്നെയാണ് മത്സരിക്കുന്നത്. ചിലയിടങ്ങളിൽ ടേം വ്യവസ്ഥ കർശനമാക്കിയും ചിലർക്ക് ഇളവ് നൽകിയുമാണ് പട്ടികയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഒറ്റ സ്ഥാനാർത്ഥികളുടെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളതിനാൽ തർക്കങ്ങളൊന്നും തന്നെ കാര്യമായി ഇല്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമാണ് ചർച്ചകൾ ഉണ്ടാകുക. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPM-ന്റെ തീരുമാനം. അതേസമയം ജി സുധാകരനുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി സെക്രട്ടേറിയറ്റ് ഗൗരവത്തോടെ ചർച്ച ചെയ്യും. സംസ്ഥാന നേതാക്കൾ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയോ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയോ സുധാകരന്റെ ഇറങ്ങിപ്പോക്കിനും സ്ഥാനാർത്ഥിത്വത്തിനും അമിത പ്രാധാന്യം നൽകേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം വിലയിരുത്തുന്നത്. എന്നാൽ ആലപ്പുഴയിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ കരുത്താർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ജി സുധാകരനെ രാഷ്ട്രീയമായി നേരിടണമെന്നാണ് പൊതുവായ തീരുമാനം. രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള സുധാകരൻ കോൺഗ്രസിൽ ചേക്കേറി എന്ന പ്രചാരം ഉയർത്തിയാകും CPM ആലപ്പുഴയിൽ പ്രതിരോധിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ വിറകടുപ്പിൽ പാചകം ആരംഭിച്ചിരിക്കുകയാണ് കൊച്ചി നഗരസഭയുടെ സമൃദ്ധി ഹോട്ടൽ. LPG ക്ഷാമത്തിലും ഭക്ഷണ വിതരണം തടസ്സപ്പെടാതിരിക്കാനാണ് നഗരസഭയുടെ നീക്കം. ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാതായതോടെ നഗരത്തിലെ പല ഹോട്ടലുകളും താൽക്കാലികമായി അടച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ താൽക്കാലികമായി അടച്ചിടുകയാണ് നഗരത്തിലെ പല ഹോട്ടലുകളും. ചില ഹോട്ടലുകൾ ഭക്ഷണ സമയത്തിലും വിതരണം ചെയ്യുന്ന വിഭവങ്ങളിലും നിയന്ത്രണം വരുത്തി പരമാവധി ദിവസം കൂടി തുറക്കാനുള്ള ശ്രമത്തിലാണ്. കുറഞ്ഞ വിലയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ കൊച്ചി നഗരസഭയും കുടുംബശ്രീയുമായി ചേർന്ന് നടത്തുന്നതാണ് സമൃദ്ധി ഹോട്ടൽ. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് ഇത്. ഹോട്ടൽ അടച്ചാൽ വലിയ പ്രതിസന്ധിയാകും ഉണ്ടാകുക. ഈ സാഹചര്യം മറികടക്കാനാണ് ബദൽ സംവിധാനവുമായി കൊച്ചി നഗരസഭ രംഗത്തെത്തിയത്. ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി മൂലം പല ഹോട്ടലുകളും പൂട്ടിയിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സമൃദ്ധിയെ കൂടുതൽ ആളുകൾ ആശ്രയിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് സമൃദ്ധി ഒരിക്കലും പൂട്ടിയിടുന്നതിന് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രതിസന്ധിയിൽ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് ആലോചന ഉണ്ടായത്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ നമ്മളിതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഷെഡ് കെട്ടി ഒരു പന്തലിട്ട് അടപ്പ് മുഴുവൻ ഇങ്ങോട്ട് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. വിറകടുപ്പിൽ കറികൾ പാചകം ചെയ്ത് ഹോട്ടലിന്റെ പ്രവർത്തനം തുടരാനാണ് നീക്കം. വിഭവങ്ങൾ പലതും ഒഴിവാക്കി പരമാവധി പേർക്ക് സമൃദ്ധിയിൽ നിന്നും ഭക്ഷണം വിതരണം ചെയ്യും. വെജിൻ്റെ ഒന്നും നിർത്തി വെച്ചിട്ടില്ല. നോൺ വെജ് 1-2 ഐറ്റംസ് വെച്ച് കുറച്ചിട്ടുള്ളൂ. നാളെയെല്ലാം തുടങ്ങും. സമൃദ്ധി ഹോട്ടലിലേക്ക് അത്യാവശ്യം LPG സിലിണ്ടറുകൾ എത്തിച്ചു നൽകണമെന്ന് മേയർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോട്ടലുകൾക്ക് പുറമെ നഗരത്തിലെ ഹോസ്റ്റലുകളും പ്രതിസന്ധിയിലാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ധനക്ഷാമ രൂക്ഷമാകുന്നതിനിടെ തിരുവനന്തപുരം ചാലയിൽ ഹോട്ടലിൽ നിന്നും ഗ്യാസ് ഊറ്റി മോഷ്ടിച്ചു. ചാല ആര്യശാലയിലെ VS ഹോട്ടലിൽ നിന്ന് പുലർച്ചെയായിരുന്നു കവർച്ച. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ ഫോർട്ട് പോലീസിന് ഉടമ പരാതി നൽകി. കള്ളത്താക്കോൽ ഉപയോഗിച്ച് കതക് തുറന്ന കള്ളൻ അടുക്കള ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന ഗ്യാസാണ് മോഷ്ടിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ ആദായനികുതി ഓഫീസിലേക്ക് LDF മാർച്ച് സംഘടിപ്പിച്ചു. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മുതലക്കുളം മൈതാനിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആദായനികുതി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ LDF നേതാക്കളായ മുസാഫർ അഹമ്മദ്, PK നാസർ, KP അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒമാനിലെ ആക്രമണങ്ങളിൽ പങ്കില്ലെന്ന് ഇറാൻ ആവർത്തിക്കുന്നതിനിടെ ഒമാനിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. 2 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. ഒമാനിലെ സൊഹാറയിലായിരുന്നു സംഭവം. അതേസമയം പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കൻ സൈനിക വിമാനം തകർന്നു വീണു. ആക്രമണത്തിലല്ല വിമാനം തകർന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ലാതെ തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുന്നു. ഒമാനെ തങ്ങൾ ഇതുവരെ ആക്രമിച്ചിട്ടില്ല എന്നായിരുന്നു ഇറാന്റെ അവകാശവാദം. എന്നാൽ ഒമാനിൽ 2 ദിവസമായി നിരന്തരം ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയാണ്. സംഘർഷകാലത്ത് 20 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നതായിട്ടാണ് റിപ്പോർട്ട്. അതിനിടെ സൗദിയിലെ എണ്ണപ്പാടത്തിന് നേരെ ഇറാൻ അയച്ച 7 ഡ്രോണുകൾ സൈന്യം തകർത്തു. UAE 10 ബാലിസ്റ്റിക് മിസൈലുകളെയും 26 ഡ്രോണുകളെയും പ്രതിരോധിച്ചതായിട്ടാണ് വിവരം. കുവൈറ്റിലേക്കും ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും ഇപ്പോഴും ആക്രമണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടെ പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കൻ സൈനിക വിമാനം തകർന്നു വീണു. ആക്രമണത്തിലല്ല വിമാനം തകർന്നത് എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു.
ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിന്റെ ഭാഗമായ ഇന്ധനം നിറയ്ക്കുന്ന KC-135 സൈനിക വിമാനമാണ് തകർന്നത്. ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കയ്ക്ക് നഷ്ടമായ 4ാമത്തെ വിമാനമാണിത്. നേരത്തെ 3 F-15 വിമാനങ്ങളാണ് തകർന്നു വീണത്. അതേസമയം സംഘർഷം രൂക്ഷമാക്കാൻ തീരുമാനിച്ചാൽ ഇറാന്റെ വൈദ്യുതി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. 1 മണിക്കൂറിനുള്ളിൽ അത് നടപ്പിലാക്കാൻ US-ന് സാധിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിച്ചാൽ മേഖലയിലെ വൈദ്യുതി ഗ്രിഡുകളെയൊക്കെ ആക്രമിക്കും എന്നാണ് ഇറാന്റെ മറുപടി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കുന്നതിൽ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തേക്കും. ശനിയാഴ്ച അവധി നൽകി പ്രവൃത്തി സമയം കൂട്ടാനുള്ള ശുപാർശ ചീഫ് സെക്രട്ടറി സർക്കാരിന് കൈമാറിയെന്നാണ് വിവരം. ഒപ്പം സാംസ്കാരിക വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകാനും നീക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കാനാണ് നീക്കം. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 6 നിന്ന് 5 ദിവസമാക്കുന്നത് സർവീസ് സംഘടനകൾ തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. ജീവനക്കാർക്ക് ഞായറിനു പുറമെ ശനിയാഴ്ച കൂടി അവധി നൽകുന്നതാണ് പുതിയ പരിഷ്കാരം. ഇപ്പോഴിതാ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം 5 കുറയ്ക്കാനുള്ള ഫയൽ നീക്കത്തിന് അതിവേഗത ലഭിച്ചിരിക്കുകയാണ്. സർവീസ് സംഘടനകളുമായടക്കം നടത്തിയ ചർച്ചയുടെ വിവരങ്ങളടങ്ങുന്ന ഫയൽ ചീഫ് സെക്രട്ടറിയുടെ മുന്നിലെത്തി. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്തി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ ജോലി സമയമാക്കുന്നതും പരിഗണനയിലുണ്ട്. ജീവനക്കാർക്ക് സന്തോഷമാകുന്ന തീരുമാനമുണ്ടാകുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. കൂടാതെ മന്ത്രിസഭാ യോഗത്തിൽ സാംസ്കാരിക വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകാൻ നീക്കമുണ്ട്. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനുള്ള ഫയലുകൾ തിരക്കിട്ട് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് മന്ത്രിസഭാ യോഗത്തിൽ പരമാവധി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ സംഭവത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാർ വിശദീകരണം നൽകി. തെറ്റു ചെയ്തിട്ടില്ല എന്നും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയിട്ടില്ല എന്നുമാണ് വിശദീകരണം. ദൂതൻ വഴിയാണ് പത്മകുമാർ കഴിഞ്ഞ ദിവസം ജില്ലാ നേതൃത്വത്തിന് മറുപടി നൽകിയത്. നേരത്തെ തപാലിലൂടെ പത്മകുമാറിനോട് പത്തനംതിട്ട ജില്ലാ നേതൃത്വം വിശദീകരണം തേടിയിരുന്നു. പുറത്താക്കൽ നടപടിക്ക് മുന്നോടിയായിരുന്നു CPM വിശദീകരണം തേടിയതെന്നാണ് സൂചന. സംസ്ഥാന സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നടപടി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തെന്ന് പരാതി. കാർഡുടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പേര് ചേർത്തു. എന്നാൽ കാർഡുടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ല എന്ന് തുവയൂർ സ്വദേശികൾ നൽകിയ പരാതിയിൽ പറയുന്നു. കാർഡുടമ 2024 സെപ്റ്റംബർ മാസം 18-ാം തീയതി മരണപ്പെട്ടു. പരാതിയിന്മേൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടാൻ താലൂക്ക് സപ്ലൈ ഓഫീസർ ഉത്തരവിട്ടിട്ടുണ്ട്. ഈ വിലാസത്തിൽ നിലവിൽ താമസക്കാരില്ലാത്തതിനാൽ റേഷൻ കാർഡ് റദ്ദാക്കാനും ഉത്തരവുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമാപിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകി. അമ്പലപ്പുഴയിലെ സലാം തന്നെ സ്ഥാനാർത്ഥി, ആലുവയിൽ ആരിഫ് സ്ഥാനാർത്ഥിയാകും. അൻഫ്ലിറ്റ് ഡിസൂസ വിവരങ്ങൾ നൽകും. അൻഫ്ലിറ്റ്, നിർണായകമായ തീരുമാനങ്ങൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ ധാരണയായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അഖില, തീർച്ചയായും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പം മുമ്പാണ് സമാപിച്ചത്. അതായത് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നമുക്കറിയാം, അതിനകത്ത് വലിയ തർക്കങ്ങളൊന്നുമില്ല. അതായത് കൂടുതൽ സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളൊന്നും തന്നെ ഓരോ മണ്ഡലങ്ങളിൽ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നില്ല. ചില മണ്ഡലങ്ങളിൽ ചില സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറ്റവും ഒടുവിലൊരു ചർച്ച, അത് മാത്രമാണ് ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ സംസ്ഥാന CPM നേരത്തെ രൂപം നൽകിയിരുന്ന സ്ഥാനാർത്ഥി പട്ടിക, ആ സ്ഥാനാർത്ഥി പട്ടിക അന്തിമ അംഗീകാരം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് നൽകിയിരിക്കുകയാണ്. വിജ്ഞാപനം വന്നാൽ ഉടൻ തന്നെ 1-2 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. CPM ആയാലും CPI ആയാലും അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. ചർച്ചകളിൽ അവസാനം ചില ആശയക്കുഴപ്പങ്ങളോ ചില ചർച്ചകളോ ഉണ്ടായിടത്ത് മാത്രമാണ് ഇന്നിപ്പോൾ അതിനുകൂടി ചർച്ച നടത്തി അന്തിമ രൂപം നൽകിയിരിക്കുകയാണ്. അമ്പലപ്പുഴ സലാമിനെ മാറ്റുപോകുന്ന കാര്യത്തിൽ ചില ആശങ്കയുണ്ടായിരുന്നു. കാരണം G. സുധാകരൻ ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്ന സാഹചര്യത്തിൽ സിറ്റിംഗ് MLA സലാം അവിടെ മത്സരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രതിഫലനം ഉണ്ടാകുമോ അതറിയാതെ അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ സലാമിനെ മാറ്റുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആലുവയിലെ മരീഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും അംഗമായി സ്ഥാനാർത്ഥിയാക്കാനും തീരുമാനമായിട്ടുണ്ട്. ശരി, അൻഫ്ലിറ്റ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട അടൂർ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹം അഴുകിയെന്ന് പരാതി. ഫ്രീസർ തകരാറാണ് കാരണം. വെള്ളിയാഴ്ച വൈകിട്ടാണ് ഫ്രീസറിൽ മൃതദേഹം വെച്ചത്. രാവിലെ ബന്ധുക്കൾ എത്തിയപ്പോഴാണ് മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഡോക്ടർ പോസ്റ്റ്മോർട്ടത്തിന് വിസമ്മതിച്ചെന്ന് ബന്ധുക്കൾ. അടൂർ കുന്നിട സ്വദേശി പ്രദീപ് കുമാറിന്റെ മൃതദേഹമാണ് അഴുകിയത്.
കണ്ണൻ ദേവ് വിശദാംശങ്ങൾ നൽകും. കണ്ണൻ, വലിയ പ്രതിഷേധമാണ് വിഷയത്തിൽ ഉയരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അഖില, ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ ഈ ചെളിക്കുഴി കുന്നിട സ്വദേശി പ്രദീപിന്റെ മൃതദേഹം ഈ അടൂർ ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ വയ്ക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ ബന്ധുക്കൾ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം ജീർണിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ സമയത്ത് മൃതദേഹത്തിന് തണുപ്പില്ലായിരുന്നു. മാത്രമല്ല ഈ കൊണ്ടുവച്ച അതേപോലെ രക്തം വാർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രീസറിൽ വെച്ചിരുന്ന മൃതദേഹം ഒരിക്കലും ഇങ്ങനെ ആവില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ മൃതദേഹത്തിന് യാതൊരു വിധത്തിലും തണുപ്പില്ലായിരുന്നു. ഈ ഫ്രീസർ പ്രവർത്തിക്കുന്നില്ല. ഈ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാൻ കേടാകാതെ വെച്ചിട്ടും ഇത്തരത്തിൽ ജീർണിച്ചു പോയതിലാണ് ഇപ്പോൾ പ്രതിഷേധമുയരുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രദീപ് കുമാർ ആത്മഹത്യ ചെയ്തതാണ്. അതിനുശേഷം അവിടെ നിന്നും ഇന്നലെ വൈകിട്ടാണ് ഈ മൃതദേഹം ഈ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ ഈ മോർച്ചറിക്ക് മുന്നിൽ വലിയ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ജില്ലയിലെ BJP ജില്ലാ പ്രസിഡന്റ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. BJP നേതാക്കൾ ഇപ്പോൾ സൂപ്രണ്ടുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷയത്തിൽ എന്താണ് നടപടി എന്നതാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല ഈ മൃതദേഹം ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇവിടെ കഴിയില്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇവിടെ നിന്നും മറ്റ് ആശുപത്രിയിലേക്ക് പത്തനംതിട്ടയിലോ കോട്ടയത്തോ കൊണ്ടുപോകണമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അത്തരത്തിൽ അത് എന്താണ് ഈ പോലീസ് അടക്കം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ മൃതദേഹം ഇവിടെ എന്തുകൊണ്ടാണ് ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് എന്നാണ് ഉയരുന്ന ആവശ്യം. കണ്ണൻ ദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് ഉദുമ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കനകോലു ചൂണ്ടിക്കാട്ടി യുവജന നേതാവ് ചിത്രത്തിൽ ഇല്ലാതാകുന്നു. സമരമുഖങ്ങളിലെ സജീവ സാന്നിധ്യം BP പ്രദീപ് കുമാറിന് പകരം KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ ഉദുമയിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചനകൾ. ഇത്തവണ CPM-ൽ നിന്ന് ഉദുമ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന KPCC ലക്ഷ്യ ക്യാമ്പിലെ വിലയിരുത്തലുകൾ വലിയ ചർച്ചയായിരുന്നു. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് BB പ്രദീപ് കുമാറിനെ ഉദുമയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് വയനാട്ടിലെ ലക്ഷ്യ ക്യാമ്പിൽ വെച്ച് കനകോലു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും KPCC നേതൃത്വത്തെയും അറിയിച്ചത് ജില്ലയിലെ ബൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇതെല്ലാം പാടെ മറന്നുകൊണ്ടാണ് നേതൃത്വത്തിന്റെ പോക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലെത്തിയപ്പോൾ കനത്ത പോലീസ് വലയം ഭേദിച്ച് പലതവണ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് മത്സരരംഗത്തില്ലെന്ന സൂചനകൾ പുറത്തുവരാൻ തുടങ്ങിയതോടെ യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകരിലും ഇത് വലിയ നിരാശയ്ക്കും അമർഷത്തിനും ഇടയാക്കിയിരിക്കുകയാണ്. ഉദുമ പിടിച്ചെടുക്കാമെന്ന് കനകോലു കണക്കുകൂട്ടി പറഞ്ഞ മണ്ഡലത്തിലാണ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. പിണറായി സർക്കാരിനെതിരെ നടത്തിയ വിവിധ സമരങ്ങളിൽ ഏർപ്പെട്ട യൂത്ത് കോൺഗ്രസ് മുൻ നേതാവിന് ഫൈനടച്ച വകയിൽ മാത്രം ചിലവായത് 4 ലക്ഷം രൂപ. കൂടാതെ 40 കേസുകൾ ഇപ്പോഴും പ്രദീപിനെതിരെയുണ്ട്. അതേസമയം സമുദായ സമവാക്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ K നീലകണ്ഠൻ സ്ഥാനാർത്ഥിയാകുമെന്നാണ് നേതൃത്വം നൽകുന്ന വിവരം. കാര്യങ്ങൾ മാറിമറിയുമ്പോൾ KPCC ലക്ഷ്യ ക്യാമ്പിലെ കണക്കുകൂട്ടലുകളും ഉദുമയിലെ വിജയസാധ്യതകളും അസ്ഥാനത്താകുമോ എന്നാണ് താഴേക്കിടയിലെ സംസാരം. അമൃത ന്യൂസ്, കാസർഗോഡ്. തൃശൂർ എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലമ്പടിയിൽ വയോധികയെ ആക്രമിച്ചു കൊന്ന തെരുവുനായെ നാട്ടുകാർ പിടികൂടി തല്ലിക്കൊന്നു. ഇന്നലെ വൈകിട്ടാണ് കിടപ്പ് രോഗിയായ കിഴക്കേപ്പുരക്കൽ കാർത്തിയായണി തെരുവുനായുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവരുടെ മാനസിക അസ്വാസ്ഥ്യമുള്ള മകനെയും നായ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ അന്തരിച്ച നടൻ ഹരിമുരളിയുടെ സംസ്കാരം പയ്യന്നൂരിൽ നടത്തി. ബാലനടനായി സിനിമയിലെത്തിയ ഹരിമുരളി രസികൻ, അണ്ണൻ തമ്പി, മാടമ്പി, ഡോൺ, പട്ടണത്തിൽ ഭൂതം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അമൃത TVയുടെ സിഗ്നേച്ചർ സോങ്ങിലും ഹരിമുരളി അഭിനയിച്ചിട്ടുണ്ട്. നടൻ KU മുരളിയുടെയും പ്രസന്നയുടെയും മകനാണ്. ഇപ്പോൾ അഭിനയത്തിൽ സജീവമല്ലാതിരുന്ന താരം എറണാകുളത്ത് ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുകയായിരുന്നു. Samasta
ലാലിഗയിലെ സൂപ്പർ പോരാട്ടത്തിൽ VRL ഡിപ്പോർട്ടിവോ അലാവസിനെ നേരിടും. ടേബിൾ 4-ാമതുള്ള VRL 3-ാം സ്ഥാനം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. 27 മത്സരങ്ങളിൽ നിന്ന് 54 പോയിന്റുമാണ് VRL ഉള്ളത്. നിലവിൽ 16-ാം സ്ഥാനത്താണ് അലാവസ്. 27 മത്സരങ്ങളിൽ നിന്ന് 27 പോയിന്റാണ് അലാവസിനുള്ളത്. രാത്രി 1:30 സ്പെയിനിലെ അലാവിലെ മെൻഡിസോറോട്സ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.